രാജ്യം നിർണായകമായ പൊതുതിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അമേരിക്കയുമായി ധൃതി പിടിച്ച് വ്യാപാര കരാറിൽ ഒപ്പുവെക്കാൻ ഒരുങ്ങുകയാണ് ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസ് സർക്കാർ. ഫെബ്രുവരി 12-ന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഫെബ്രുവരി 9-ന് വാഷിംഗ്ടണിൽ വെച്ചാണ് കരാർ ഒപ്പിടുന്നത്. ഇതൊരു രഹസ്യ കരാറാണ് കേട്ടോ. കരാറിലെ വിവരങ്ങൾ പുറത്തുവിടില്ലെന്ന് അമേരിക്കയുമായി ബംഗ്ലാദേശ് നേരത്തെ തന്നെ ധാരണയിലെത്തിയിരുന്നു. ഇതുപ്രകാരം കരാറിന്റെ കരട് പാർലമെന്റിലോ വ്യവസായ മേഖലയിലുള്ളവർക്കോ ലഭ്യമാകില്ല. ബംഗ്ലാദേശ് വാണിജ്യ ഉപദേഷ്ടാവ് SK ബഷീറുദ്ദീൻ നേരത്തെ തന്നെ ധാക്കയിൽ വെച്ച് കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. ഇത് കൈമാറാനായി 5 അംഗ ഉദ്യോഗസ്ഥ സംഘമായിരിക്കും അമേരിക്കയിലേക്ക് പോവുക. അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജാമീസൺ ഗ്രീറാണ് US-ന് വേണ്ടി കരാറിൽ ഒപ്പിടുന്നത്. അടുത്തിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച വ്യാപാര കരാറാണ് ബംഗ്ലാദേശിനെ ഇത്തരമൊരു നീക്കത്തിനു പ്രേരിപ്പിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ തീരുവ അമേരിക്ക 18% കുറച്ചിരുന്നു. നിലവിൽ 20% തീരുവ നൽകുന്ന ബംഗ്ലാദേശ് അത് 15% കുറയ്ക്കാനാണ് ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. ബംഗ്ലാദേശിന്റെ ആകെ കയറ്റുമതിയുടെ 90% വസ്ത്ര വ്യാപാരമാണ്. ഇന്ത്യയുമായുള്ള മത്സരത്തിൽ വിപണി നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് ഈ തിടുക്കത്തിന് പിന്നിലെന്നാണ് നിരീക്ഷകർ പറയുന്നത്. കരാറിനെ കുറിച്ച് പുറത്തുവരുന്ന ചില സൂചനകൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. ചൈനയ്ക്ക് പകരം അമേരിക്കയിൽ നിന്നും വൻതോതിൽ ആയുധങ്ങൾ വാങ്ങാനുള്ള ഉടമ്പടി ഈ കരാറിൽ ഉള്ളതായാണ് ചില നിരീക്ഷകർ പറയുന്നത്. ഇത് മേഖലയിലെ അമേരിക്കൻ ആധിപത്യം ശക്തമാക്കും. അമേരിക്കൻ വാഹനങ്ങളും സ്പെയർ പാർട്സുകളും ബംഗ്ലാദേശിൽ യാതൊരു ഗുണനിലവാര പരിശോധനയുമില്ലാതെ പ്രവേശനം നൽകുക, ബംഗ്ലാദേശിന്റെ സ്വന്തം മാനദണ്ഡങ്ങൾ മാറ്റിവെച്ച് അമേരിക്കൻ ഗുണനിലവാര മാനദണ്ഡങ്ങൾ അതേപടി അംഗീകരിക്കുക തുടങ്ങിയവയും കരാറിലുള്ളതായി സൂചനകളുണ്ട്. തിരഞ്ഞെടുപ്പ് നേരിടാത്ത ഇടക്കാല സർക്കാർ ഇത്തരം സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനെതിരെ വ്യാപകമായ വിമർശനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പ് എന്തിനിത്ര തിടുക്കമെന്നാണ് സാമ്പത്തിക വിദഗ്ധനായ അനു മുഹമ്മദ് ചോദിക്കുന്നത്. വിദേശ ലോബികൾക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായി യാതൊന്നുമില്ലെന്നും അമേരിക്കയുടെ അനുമതിയോടെ കരാർ വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്നുമാണ് യൂനസ് സർക്കാരിന്റെ വിശദീകരണം.